സംസ്ഥാന സർക്കാർ 8 വർഷം മുൻപ് തീരുമാനിച്ച കോട്ടിക്കുളം ബേക്കർ മത്സ്യബന്ധന തുറമുഖം പദ്ധതി ഉപേക്ഷിക്കുന്നു. തീരദേശത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യമായ പദ്ധതി 67 ലക്ഷത്തോളം രൂപ ചെലവിട്ട് വിവിധ സർവേകൾ നടത്തിയ ശേഷമാണ് സംസ്ഥാന സർക്കാർ തൽക്കാലം പരിഗണിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചത്. കോട്ടിക്കുളത്തു നിന്ന് ആരംഭിച്ച് ബേക്കലിൽ അവസാനിക്കുന്ന തുറമുഖം സ്ഥാപിക്കാൻ 2016 സർക്കാർ നിർദ്ദേശമിറങ്ങിയത്. സാധ്യതാ പഠനത്തിന് 2018 67 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. ഇത്രയും തുക ചെലവിട്ട് സാധ്യതാ പഠനങ്ങൾ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് പദ്ധതി പരിഗണിക്കേണ്ട എന്ന തീരുമാനത്തിലെത്തിയത്. ഹാർബർ എന്നത് ഇവിടെ അത്യാവശ്യമാണ്. ഇവിടെ കോട്ടിക്കുളം ബേക്കൽ പള്ളിക്കര അനവധി തോണികളും ബോട്ടുകളുമുണ്ട്. ഇത് അജാനൂർ അടുത്തായതുകൊണ്ട് അജാനൂർ ഇത്രയും തോണികൾക്കും ബോട്ടുകൾക്കും അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ ഇത് അത്യാവശ്യമാണ്. കോട്ടിക്കുളം ബേക്കൽ മിനി ഹാർബർ അത്യാവശ്യമാണ്. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ പൊതുവെ ഇങ്ങനെ ഗവൺമെൻറ് അങ്ങനെ ഒരു അപ്ലിക്കേഷനും പലരും ഇങ്ങനെ മന്ത്രിമാർ വന്ന് കാണുകയും അങ്ങനെ എല്ലാ അപ്ലിക്കേഷനും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു സാധ്യത ഉണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. പോസ്റ്റ് മൺസൂൺ സമയത്ത് സർവേ പ്രവർത്തികൾ, ബീച്ച് പ്രൊഫൈൽ ക്രോസ് സെക്ഷൻ, ബെഡ് വാട്ടർ സാമ്പിൾ കളക്ഷൻ, പ്ലോട്ട് ഒബ്സർവേഷൻ, ഭൂപ്രകൃതി സർവേ, കാറ്റ്, തിരനിരീക്ഷണം എന്നിവയെല്ലാം നടത്തിയതാണ്. നിർദ്ദിഷ്ട അജാനൂർ കോട്ടിക്കുളം ഹാർബറുകൾ തമ്മിലുള്ള അകലം 10 കിലോമീറ്റർ മാത്രമാണെന്ന കാരണത്താൽ കോട്ടിക്കുളം ബേക്കൽ മിനി ഹാർബർ പരിഗണിക്കേണ്ടതില്ലെന്ന ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ഹാർബർ വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനം. അജാനൂർ അതിനു മുമ്പേ അവർ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തതാണ്. അപ്പോൾ അത് ഏകദേശം ശരിയായിട്ടുണ്ട്. പക്ഷേ അതിനും 200 കോടി പാസ്സായതല്ലാതെ കാശൊന്നും ഇതുവരെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞാലാണോ എന്തെന്നറിയില്ല. ഏതായാലും നമ്മൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഈ മിനി ഹാർബറിൻ്റെ പരിപാടി ഞങ്ങൾ സ്വാധീനം ചെലുത്തി സമരപരിപാടികളായി മുമ്പോട്ട് പോയിട്ട് അത് റീ ഓപ്പൺ ചെയ്യും. അജാനൂരിലെ നിർദ്ദിഷ്ട മത്സ്യബന്ധന തുറമുഖത്തിന്റെ വിശദമായ സാധ്യതാ മാതൃക പഠനങ്ങൾ പൂർത്തിയാക്കുകയും പദ്ധതി രൂപരേഖ തയ്യാറാക്കി 200 കോടി രൂപയുടെ ഭരണാനുമതി തേടി സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ന്യൂസ് മലയാളം, കാസർഗോഡ്.